അമ്മേ ഇന്നലെ നാട്ടിലേക്ക് പൈസ അയക്കാൻ മറന്നുപോയി. ഇപ്പൊ തന്നെ അയക്കാനോ? ഇപ്പൊ ഞാൻ പുറത്താണുള്ളത്. ഇവിടെ അടുത്താണെങ്കിൽ എക്സ്ചേഞ്ച് ഒന്നുമില്ല. നാട്ടിലേക്ക് പൈസ അയക്കാനാ? അത് നമ്മുടെ ലുലു മണി ആപ്പില്ലേ, ഇപ്പൊ അയച്ചു കഴിഞ്ഞാൽ സ്പോട്ടിൽ നാട്ടിലെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. നിനക്ക് GPay ആയിട്ടോ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ബാങ്ക് ട്രാൻസ്ഫറോ എങ്ങനെ വേണമെങ്കിലും നാട്ടിലേക്ക് പൈസ അയക്കാം. നമ്മൾ എക്സ്ചേഞ്ചിൽ കൊടുക്കുന്ന ഒരു പൈസ ഇതിന് കൊടുക്കുകയും വേണ്ട, ഫ്രീ ആയിട്ട് നാട്ടിലേക്ക് പൈസ അയക്കാം. എടാ ഇത് മാത്രമല്ല, നീ ആദ്യമായിട്ട് നാട്ടിലേക്ക് പൈസ അയക്കുന്ന സമയത്ത് 25 ദിറംസിന്റെ ലുലു പോയിന്റ്സ് ഈ ഒരു ആപ്പിലൂടെ നിനക്ക് കിട്ടും. ഇത് വെച്ചിട്ട് ഏത് ലുലു പോയിട്ട് നിനക്ക് 25 ദിറംസിന് പർച്ചേസും ചെയ്യാൻ പറ്റും. യെസ്, യു ഓൾസോ ഹേർഡ് ഇറ്റ് റൈറ്റ്. 15 വർഷമായി നമ്മുടെ ലുലു UAE വന്നിട്ട്. ലുലു മണിയിലൂടെ അല്ലാതെ നമ്മൾ വേറെ ഏത് ആപ്പിലൂടെയാണ് നാട്ടിലേക്ക് പൈസ അയക്കേണ്ടത്? സാധാരണ എക്സ്ചേഞ്ചിലോ അല്ലെങ്കിൽ ആപ്പിലൂടെ പൈസ അയക്കുന്ന സമയത്ത് 5, 10, 15 ഈവൻ 20 ദിറംസ് വരെ സർവീസ് ഫീസ് ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നില്ലേ? ലുലു മണി ആപ്പിലൂടെ ആണെങ്കിൽ 1 ദിറംസ് കൊടുക്കാതെ നിങ്ങൾക്ക് നാട്ടിലേക്ക് പൈസ അയക്കാം. ഇനി എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ 80% നിങ്ങൾ എടുത്തോളൂ. ലുലു തന്നെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. പിന്നെ നാട്ടിലേക്ക് മാത്രമല്ല, ഈ കാണുന്ന ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും നോക്കിക്കോ, ലുലു മണി ആപ്പ് തന്നെയാണ് ഏറ്റവും നല്ല എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത്. ലുലു മണി ആപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ആപ്പിൾ പേ ആണ്. ആപ്പിൾ പേ മാത്രമല്ല, നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫറോ ഗൂഗിൾ പേയോ ഈ കാണുന്ന ഏത് മെത്തേഡ് വെച്ചിട്ടും നാട്ടിലേക്ക് പൈസ അയക്കാം. 1 ദിറംസ് പോലും ഹിഡൻ ഫീസ് ആയിട്ടോ എക്സ്ട്രാ ചാർജ് ആയിട്ടോ ഒന്നും വരുന്നില്ല. ഇനി നിങ്ങൾ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? പിന്നെ നീ നാട്ടിലേക്ക് പൈസ അയച്ചോ? അതൊക്കെ എപ്പോഴേ കിട്ടി. അമ്മ ഹാപ്പി ആയി. അമ്മ ഹാപ്പി ആയി. ഇനി നിങ്ങൾ ആരെയും വെയിറ്റ് ചെയ്യുന്നത്? പെട്ടെന്ന് തന്നെ ലുലു മണി ആപ്പിലൂടെ നാട്ടിലേക്ക് പൈസ അയച്ചോളൂ.